ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് വ്ളോഗ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഹാദീനെ പുതിയ സ്കൂളിലൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവനെ അന്ന് പൊരുക്കി കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂണിഫോമും നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടില്ല, നമ്മൾ വരാനും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം എടുക്കാനും തയ്ക്കാൻ കൊടുക്കാനൊക്കെ ലേറ്റായി. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് കിട്ടാന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരാഴ്ചയൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ ഓനപ്പോൾ നീച്ചിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നീക്ക് സുബഹിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലേക്കാനൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഹാദി പല്ലേച്ച് വന്നു തോന്നുന്നുണ്ട് കേട്ടോ, അവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഓനൊരിക്കലും പറഞ്ഞേക്കൽ സ്കൂളിലത്തെ ഒരു ഫസ്റ്റ് ഡേ വ്ളോഗാണെന്ന്. അപ്പോൾ ഇന്ന് ഹാദീൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് ആദ്യം എണീറ്റ് ഉള്ളതൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അവന് ചെറുകടിയും ചായയൊക്കെ കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അതൊക്കെ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവന് മുന്നിൽ. അള്ളാഹിനോട് ദുആ ചെയ്തോ? ദിക്റൊക്കെ ചെല്ലിയോ? ഇന്ന് പുതിയ സ്കൂൾക്ക് പോവല്ലേ. അപ്പോൾ അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ ഉള്ള മനസ്സും ബുദ്ധി ശക്തിയും ഒക്കെ തരണേ എന്നൊക്കെ പറയണം കേട്ടോ. ഷെയറല്ലേ ഇന്ന്? ഹാപ്പി അല്ലേ? പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടൂല്ലേ? ഗുഡ് ബോയ്. നമുക്ക് ഞാൻ കുളിക്കണം, എന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഡ്രസ്സും ബാഗും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞാ? വാവ്, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സ് മാറ്റാം. സമയമായിട്ടോ, 8:10. അപ്പോൾ അതങ്ങനെ ആദ്യം കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓന് തലയിൽ കുളിക്കുന്നതിൻ്റെ മുന്നേ എണ്ണ തേക്കൂല കേട്ടോ. അപ്പോൾ അത് ഇക്കാൻ്റെ ഒരു ശീലമാണ്. ഇക്ക അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഇക്ക ഹെയർ ഓയിലോ അല്ലെങ്കിൽ ജെല്ലൊക്കെ തേക്കുന്നത്. അപ്പോൾ ഞാനതേപോലെ അവനക്ക് ഹെയർ ഓയിൽ തേച്ച് കൊടുക്കാൻ കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് പിന്നീട് ഇതാ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനെപ്പോഴും നന്നായിട്ട് വിയർക്കും കേട്ടോ. അവൻ്റെ ബോഡിയും ഭയങ്കര ചൂടാണ്, അവന് നല്ല വിയർക്കണ കൂട്ടത്തിലാണ്. അപ്പോൾ അവനക്ക് ഞാൻ പൗഡറെല്ലാം ഇട്ട് കൊടുത്ത് ഒക്കെ റെഡിയാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുഖത്തിടാൻ സമ്മതിക്കാറേ ഇല്ല കേട്ടോ. അവനും ഇക്കൊന്നും മുഖത്ത് പൗഡർ ഇടൂല. അവർക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ സ്മെല്ലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയും കാര്യമൊക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നെ അവനങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല. അപ്പോൾ ഇട്ടേൻ്റെ ബാക്കിയുള്ളത് മുഖത്തൊക്കെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് വന്നപ്പോഴാണ് മനസ്സിലാവണത് അവന് സംഭവം ഇതെല്ലാം ടൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ ഇറക്കം കുറഞ്ഞിട്ടുണ്ട്. ട്രൗസർ ഇട്ടപ്പോഴാണ് അറിയണത് ഇത് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ട്രൗസറൊക്കെ അവനെ ഇറക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പുതിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിത് ഇട്ട് കൊടുത്തത് ഇതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ബാത്റൂമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ദിവസമല്ലേ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ഇത് തന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 മാസം കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതൊക്കെ മാറ്റി കൊടുത്തു. പടച്ചോനെ, ഈ ട്രൗസറെല്ലാം ഇറക്കം കുറഞ്ഞിട്ട് അത് 3/4 ആയിരുന്നു. അപ്പോൾ ട്രൗസർ ആയിട്ടുണ്ട്. ആദ്യം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ശരിക്ക് യൂണിഫോം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇത് യൂണിഫോം നമുക്ക് ആയിട്ടില്ല അടിച്ചിട്ട്. എന്തായാലും പനി ഏകദേശം ഒരു 4-5 ദിവസം കഴിയും തോന്നുന്നുണ്ട് യൂണിഫോം കിട്ടാൻ. ഫസ്റ്റ് ഡേ ശരിക്കും യൂണിഫോം ഇടണേന്നു. ഇനി അതിൻ്റെ മുടിയൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അവൻ്റെ മുടി ഇങ്ങനെ വെട്ടിയിട്ട് ഇക്കയും മുത്തൊക്കെ വിളിച്ചിട്ട് എന്നെ കുറേ ചീത്താണ് കേട്ടോ. മുത്ത് എന്തിനായി അതിനെ വെട്ടി ഇങ്ങനെ കൊളാക്കിയത് എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവൻ്റെ സ്കൂൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ വെട്ടിയത്. ഇപ്പോൾ രാവിലെ ആയി കഴിഞ്ഞാൽ അവന് ഭയങ്കര തുമ്മലാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഹാദീനെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് ചായ കൊടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നും എനിക്ക് സ്കൂൾക്ക് ഉച്ച വരെ ഉള്ളൂ. ഇന്നും നാളെയും 12:30 ആകുമ്പോഴത്തേക്കും വിടുന്ന പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും കൊടുത്തയക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയാണ്. ഇപ്പോൾ ഇനി ഞാനും കുളിച്ചൊക്കെ വന്നതാണ്. അപ്പോൾ ഇനി ഞാനും അവന് ചായക്ക് കൊടുത്തിട്ട് ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ നോക്കട്ടെ. ടൈം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. 8:30 ആയിട്ടുണ്ട് കേട്ടോ. 9 മണിയാകുമ്പോഴത്തേക്കും അവിടെ തുടങ്ങും. നമുക്കിവിടെ സ്കൂളിവിടെ അടുത്താണ്, അതുകൊണ്ട് പിന്നെ വലിയ ദൂരം കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി പെട്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് ഹാദീനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഒരുക്കിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവന് ചായയും കടിയൊക്കെ അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിക്കാൻ പോയപ്പോൾ മോനക്ക് ചായയും കടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവന് പോണ സമയത്ത് എപ്പോഴും അവനൊരു കുറച്ച് കഞ്ഞി അവന് കിട്ടണം. അവന് കഞ്ഞീൻ്റെ ഒരാളാണ് അവൻ എപ്പോഴും. അപ്പോൾ പോകാനാകുമ്പോൾ കുറച്ച് കഞ്ഞി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും പോയി ഡ്രസ്സൊക്കെ മാറട്ടെ. പിന്നെ ഇപ്പോൾ ഇന്ന് സ്കൂൾ ഉച്ച വരെ ഉള്ളൂ, 12:30 വരെ ഉള്ളൂ. ഇന്നും നാളെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്നാക്സ് മാത്രം കൊടുത്തു വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരും. പിന്നീട് അവന് ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓട്ടോയിൽ തിരിച്ച് വരും. അങ്ങനെയാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൊണ്ടാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത് അല്ലേ ഹാദി? സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സെറ്റല്ലേ ഇത് സ്കൂളിൽ പോകാനായിട്ട്? സെറ്റ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇറങ്ങാണ് കേട്ടോ. ഞാനും ഉമ്മയും കൂടെയാണ് അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഹാദി കഞ്ഞിയൊക്കെ കുടിച്ച് അവൻ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇറങ്ങട്ടെ. ഒരു വണ്ടി കിട്ടണം ഇവിടുന്ന്. പിന്നെ ഇറങ്ങട്ടെ കേട്ടോ.
അപ്പോൾ അതങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഓട്ടോക്ക് പോകാനുള്ള ദൂരമൊന്നുമില്ല. പിന്നെ ലേറ്റ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോക്ക് എടുത്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതാ സ്കൂളൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാദി ഉമ്മാൻ്റെ കൈയൊക്കെ പിടിച്ച് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ആ പോരി പോരി. ആ ഇതാരാ നോക്ക്. വെൽക്കം എന്താ എഴുതിക്കണ നോക്കണേ. വെൽക്കം എന്താ എഴുതിക്കണേ. അടിയിലെന്താ എഴുതിക്കണേ ബ്ലൂ കളറില്. ഹണി. മറ്റേതോ വെൽക്കം ഹണി ബണ്ണീസ്. ഹണി ബണ്ണീന് ഫാനാണ് ഹാദി. അപ്പോൾ ഇതാ അങ്ങനെ ഹാദി ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് C ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ പ്ലഡ്ജ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ എന്തോ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ പാവം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പഴയ ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ, പുതിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അല്ല. അതിൻ്റെതാണ് തോന്നുന്നത്. കണ്ണ് തുടച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ അതങ്ങനെ മുഖത്ത് വരാതിരിക്കാൻ വേണ്ടി അവൻ ശ്രദ്ധിക്കണുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായത്. സെറ്റല്ലേ? അപ്പോൾ അതാ ഞങ്ങൾ അവനോട് ഇങ്ങനെ ഓനെ റെഡിയാക്കിക്കൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. സ്നാക്സൊക്കെ കഴിച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വിടും. 12:30 ആകുമ്പോൾ വിടുമല്ലോ. അപ്പോൾ അവനെ സ്നാക്സ് കഴിഞ്ഞാൽ വിടുമോ എന്നൊക്കെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓനങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഒന്നാമത് ഇടങ്ങാറ് ഓന് കരഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള കുട്ടികൾക്ക് കണ്ടാൽ ചിലപ്പോൾ ഓർക്കും സങ്കടം. ഒക്കെ ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അവനടുത്ത് അങ്ങനെ പറഞ്ഞു, കരയൊന്നും ചെയ്യണ്ട, കുറച്ച് നേരം കഴിഞ്ഞാൽ വിടും എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേ ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിരിക്കണമുണ്ട്. എനിക്ക് അത് കാണുമ്പോഴാണ് എനിക്ക് പാവുന്നുള്ളൂ. ആദ്യം സ്കൂളിൽ ചേർത്തിയപ്പോഴും അങ്കണവാടിയിൽ പോയപ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പൊട്ടിക്കരയെ ഇളകൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആ ഒരു ഉള്ളിൽ സങ്കടം ഇട്ടിട്ട് ഇങ്ങനെ വിങ്ങി പൊട്ടി ഇങ്ങനെ ഇരിക്കും. ആ ഒരു ഇരുത്താണ് കാണാൻ വയ്യാത്തത്. അപ്പോൾ അവന് ടാഗൊക്കെ കിട്ടി. അപ്പോൾ ടാഗൊക്കെ കിട്ടിയപ്പോൾ അവനൊന്നിങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടാഗൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ തന്നു. അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അപ്പോൾ അവനൊന്ന് ഹാപ്പിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞു അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കഞ്ഞ് ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെ ആക്കി പോന്നിട്ടുണ്ട്. ചെറുതായിട്ട് കരയണൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, കരയൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ ആയില്ലേ വീട്ടിലിരിക്കണു, അതിൻ്റെ ഒരു ഇതായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഇപ്പം ഇനി ഞങ്ങൾ പോട്ടെ. ആദ്യനെ അങ്ങനെ കൊണ്ടുപോയാക്കിയൊക്കെ പോകുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഇടങ്ങാറ് എനിക്കിങ്ങനെ. ഇനിയിപ്പോൾ പുതിയ ഫ്രണ്ട്സ് അല്ലേ ഇവിടെ, അതുകൊണ്ടായിരിക്കും. മറ്റേത് ആദ്യത്തെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് പുതിയ സ്കൂളും പുതിയ ഫ്രണ്ട്സും ഒക്കെ ആയതുകൊണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ കുറേ ആയില്ലേ ഞങ്ങൾ സ്കൂൾ പൂട്ടണതിന് മുന്നേ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം. എന്തായാലും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. ഇനിയിപ്പോൾ അധികം സമയമൊന്നും ഇല്ലല്ലോ. 12:30 ആകുമ്പോഴത്തേക്കും സ്കൂൾ വിട്ട് എത്തും. നല്ല മഴ വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചു എന്താ ഇന്ന് മഴ പെയ്യത്. സാധാരണ കുട്ടികൾ സ്കൂളിൽ പോകണ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മഴ അങ്ങോട്ട് പെയ്യലാണ്, വിടുന്ന സമയത്തും പോണ സമയത്തൊക്കെ. അപ്പോൾ ഏതായാലും വരുന്നുണ്ട്. നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ട്. ഏതായാലും ഇനി ഓനെ വന്നിട്ട് കാണാം. അതിൻ്റെ കുഞ്ഞിക്കൊടയും ചൂടി നിൽക്കുകയാണ് കേട്ടോ. മഴ പാറ്റുന്നുണ്ട്, കാണില്ല. ഇപ്പോൾ വരുമാവും. എങ്ങനെയുണ്ട്? നല്ല രസം ഉണ്ടായിനോ? അടുക്ക് ഇല്ല. അയ്യോ ടാക്കൊക്കെ കിട്ടിയോ? ഹാപ്പി ആയോ? എന്തിനാ കരഞ്ഞീനെ? പറയ് കരഞ്ഞീനെ. പിന്നെ മമ്മ പോന്നിട്ട് കാര്യമുണ്ടൊന്നുമില്ലല്ലോ. ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? ഒന്നിനെ പരിചയപ്പെട്ടിട്ടുള്ളൂ? കൊറേ ആൾക്കാർ പരിചയപ്പെട്ടില്ല? എന്താ പേര് എന്നിട്ട് ഫ്രണ്ടിന്റെ?
അതാ മറന്നോ? അമാനോ? ജമാനോ? പിന്നെന്താ? അതാ കുറച്ച് കഴിഞ്ഞ് ഓർമ്മ വരുമോ? എന്നാ പറഞ്ഞോണ്ടി. സ്നാക്സ് ഒക്കെ കഴിച്ചോ? ഫുള്ള് കഴിച്ചോ? വിശക്കുണ്ടോ? ആദ്യം ഫുള്ള് കഴിക്കഞ്ഞ് തണുത്തിട്ടോ? ആ സാരല്ല. ഞമ്മ എന്നാ വാ മേലെ ഒഴുകിയിട്ടേ നമുക്ക് ഫുഡ് കഴിക്കട്ടോ. ഇപ്പൊ ഉഷാറായില്ലേ? ഇനി നാളെ പോണ്ടേ? ആണോ? കൊറേ ടീച്ചർമാരും കൊറേ ഉസ്താദാക്കളൊക്കെ വന്നു. ഉസ്താദന്മാരൊക്കെ വന്നോ? ഓരോ ഉസ്താദ് പറയാ അസലാമലിക്കാരും നല്ല സൗണ്ടിൽ വരണം അങ്ങനെ എല്ലാരും. അപ്പൊ എല്ലാ കുട്ടികളും വേറെ വേറെ ക്ലാസ്സിലായപ്പോ അസലാമലൈക്കും സലാം ഞങ്ങള് നല്ല ഉച്ചത്തിൽ പറഞ്ഞു. ഉറക്കനെ പറഞ്ഞു ഉസ്താദ്. ആ ശരി. എന്താ മാമിന്റെ പേരെന്താ? നിഷീദ മാമല്ലേ? ആ ആരെ പേര് ഓർമ്മല്ല. ഉസ്താദിന്റെ പേരൊക്കെ പറഞ്ഞു. ഉസ്താദ് ഗെയിമൊക്കെ കളിച്ചോ? ഗെയിം എന്തേലും കളിച്ചോ? മാത്രം. പിന്നെ ഡിക്റ്റേഷൻ ഉണ്ടായിരുന്നോ? എന്നാ നാളെ എന്താ വയ്ക്കാറ്? ആ ഉണ്ടായിരുന്നോ? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ എന്നെ കുറിച്ച്? മേഡം പറഞ്ഞിട്ടില്ല, വേറെ മേഡം പറഞ്ഞേ. മമ്മ പറഞ്ഞ മാരിയല്ലേ മേഡം ചോദിച്ചു. മമ്മ വിചാരിച്ചല്ലേ മമ്മനെ പറപ്പിച്ചെന്നില്ലേ? അതുപോലെ അല്ല. പിന്നെ എങ്ങനെ ചോദിച്ചേ? പിന്നെ മറ്റേ ശരിക്കും ഏതൊക്കെ വേർഡ്സ് ഇഷ്ടം ചോദിച്ചു. മാത്സ് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന്? മാത്സ് ആണ് ഇഷ്ടം പറഞ്ഞു. ബാക്കിയെല്ലാം അറബി. അറബി എന്നൊക്കെ പറഞ്ഞേ. പിന്നെന്താ ചോദിച്ചേ? പിന്നെന്തോ ചോദിച്ചു ചോദിച്ചേ? പല്ല് പോയിട്ട് ചിരിയണ്ടില്ല പഠിച്ചോനെ. മമ്മ കൂട്ടി കുളിച്ചിട്ട് വാ, നമുക്കല്ല വിശക്കുണ്ട്. അപ്പോൾ ഏതായാലും സമാധാനമായി. ഓന് സംഭവം ഹാപ്പിയാണ്. എനിക്കിങ്ങനെ ടെൻഷനായിരുന്നു, പുതിയ സ്കൂളും ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ എന്താവും എന്നൊക്കെ. പക്ഷെ ഓനെ നല്ല ചെന്നൈക്ക് തന്നെ ഒരാളായിട്ട് കമ്പനി ആയി എന്നൊക്കെ പറഞ്ഞു. അമ്മന്നാട്ടോ കുട്ടീൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഓന് കമ്പനിയൊക്കെ ആയിട്ടുണ്ട്, സ്കൂളൊക്കെ ഇഷ്ടമായി, ടീച്ചേഴ്സിന് ഉസ്താദന്മാരൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും സമാധാനം. വന്നു കഴിഞ്ഞാൽ അവന് കുറേ വിശേഷങ്ങൾ പറയണം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഫുഡൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു, അതിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. ബൈ.